ഹലോ വെൽക്കം ടു ചിത്താവി ഡിലൈറ്റ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ കിച്ചണിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം കിച്ചണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും എന്ന്. അതെ, അതായത് അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇല്ല എന്ന് പറയുന്ന വീട്ടമ്മമാരും വർക്കിംഗ് വുമൻസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ഇതിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുക്കള ജോലി ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഗുണം ഭയങ്കരമായിട്ട് സമയം ലാഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് അടുക്കളയിലോട്ട് കയറി നിങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞ് പെട്ടെന്ന് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. അല്ലാതെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരില്ല എന്നുള്ള നിങ്ങളുടെ പരാതികൾ നമുക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് മാക്സിമം പരിഹരിക്കാൻ നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡെയിലിയുള്ള ലൈഫിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. നമ്മൾ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ പൊളിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ പൊളിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് ഇതുപോലെയുള്ള പാത്രങ്ങളിൽ കഴുകിയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ജസ്റ്റ് പൊതിഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ നമ്മൾ ചെയ്യുന്ന ടൈമിൽ കുറച്ച് കൂടുതൽ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരാഴ്ചത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ പൊളിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെ തേങ്ങയൊക്കെ ചിരകി കിട്ടുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നല്ല ഒതുക്കമുള്ള പാത്രങ്ങളായിട്ട് നമുക്കത് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ടിഷ്യൂ കൊണ്ട് കവർ ചെയ്ത് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരാഴ്ച വരെ യാതൊരു പ്രശ്നവും ഇല്ലാതെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇത് നമ്മൾ ചെയ്യുന്ന ടൈമിൽ കുറച്ച് കൂടുതൽ ചെയ്യുകയാണ്. നമ്മുടെ ഫ്രീ ടൈമൊക്കെ കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കൂടുതൽ ചെയ്ത് വെച്ചാൽ അടുക്കളയിലേക്ക് കയറി നമുക്ക് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് ഇതുപോലെയുള്ള ഉള്ളിയുടെ തൊലി കളയാനും അതുപോലെ തന്നെ അത് കട്ട് ചെയ്തെടുക്കാനും ഒക്കെയാണ്. അപ്പോൾ ജസ്റ്റ് തൊലി കളഞ്ഞ് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ കറിവേപ്പില നമ്മൾ കഴുകിയതിന് ശേഷം ടിഷ്യൂ കൊണ്ട് ഒപ്പി നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെയുള്ള പാത്രങ്ങളിൽ അടച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ ടിഷ്യൂ വെച്ച് കവർ ചെയ്യുകയാണ് ുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം വരെ ആ ഒരു കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇത് നമുക്ക് കഴുകി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആവശ്യത്തിന് ജസ്റ്റ് തുറന്ന് അപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില 1 മന്ത് വരെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്നതാണ്. ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ കട്ട് ചെയ്യുന്ന പ്രോസസ്സ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഉള്ളി കണ്ണിന്ന് വെള്ളം വരുന്ന അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ചോപ്പർ അതിനെല്ലാം പരിഹാരമാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് അതല്ല. നമ്മൾ ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്ത് ചോപ്പറിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. നോർമലി ചോപ്പ് ചെയ്യുമ്പം ഇങ്ങനെ നല്ല രീതിയിൽ ചോപ്പായി വരുന്ന ചോപ്പറാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 days വരെ ഇത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും എന്നുള്ളതാണ് ഫ്രിഡ്ജിൽ. നമ്മളിപ്പോൾ ഉള്ളി മാത്രമായിട്ട് അരിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിയുടെ ഒരു മണം അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലർക്കൊക്കെ അത് ഒട്ടും സഹിക്കാൻ പറ്റാത്തതുപോലെ മണം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടിയാണ് നോർമലി നമ്മുടെ എല്ലാ കറിക്കും നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് ഒരുമിച്ച് ചോപ്പ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോലും പറ്റും. അപ്പോൾ ഇത്രയും വലിയ ഒരു 4 ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയാണ് ഞാനിപ്പോൾ ചോപ്പ് ചെയ്തെടുക്കുന്നത്. നമുക്കിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഒരു ഉള്ളി അരിഞ്ഞെടുക്കുന്നത് ഭയങ്കര പ്രയാസമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ചോപ്പ് ചെയ്യുമ്പോൾ ഉള്ളത് ഭയങ്കരമായിട്ട് സമയം ലാഭിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഞാൻ നെക്സ്റ്റ് പറയുന്നത് നിങ്ങൾക്കൊരു 3 to 4 days ഇത് ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഒരു ബോക്സിൽ അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് വേറൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവുകയില്ല. മെയിനായിട്ടൊരു കറിയുടെ ബേസ് എന്ന് പറയുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അതുപോലെ തന്നെ തക്കാളി എന്നുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ എല്ലാത്തിനും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഒക്കെ ആവശ്യമുള്ളതുമാണ്. അപ്പോൾ നമുക്കത് ഈ ഒരു ബോക്സിലാക്കി അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള ഇപ്പോൾ കറി ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക. അതിൻ്റെ ഒരു ബേസായിട്ടുള്ള പ്രിപ്പറേഷൻ നമുക്ക് ഭയങ്കര ഈസിയായി കിട്ടും. ചോപ്പർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു സംഗതിയാണിത്. ലൈം ജ്യൂസും അതുപോലെ തന്നെ നാരങ്ങ വെള്ളവും ഒക്കെയാണ് നമ്മൾ നോർമലായിട്ട് ഗസ്റ്റ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക അല്ലേ. പക്ഷെ അത് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്നതിനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പഞ്ചസാര അലിഞ്ഞു കിട്ടില്ല എന്നുള്ളതാണ്. നമ്മളെ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണത്. നമ്മൾ ഇടുന്ന അത്രയും പഞ്ചസാര ആ ഒരു വെള്ളത്തിലേക്ക് ലയിക്കില്ല എന്നുള്ളത്.
അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, എങ്ങനെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു 25ഓളം ആളുകൾക്കുള്ള നാരങ്ങ വെള്ളം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പഞ്ചസാരയെ പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. പ്രത്യേകിച്ച് വലിയ പട്ടിപ്പണിയൊന്നുമല്ല. നമ്മൾ അതിലേക്ക് ആ പഞ്ചസാരയ്ക്ക് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പഞ്ചസാര ഡിസോൾവ് ആയി കിട്ടും. തണുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പ ഉപയോഗിച്ച് അതൊരു കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം ക്യൂബാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ ഐസ് ട്രേയിലേക്ക് ക്യൂബ് പോലെ അതാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ക്യൂബ് എടുത്തതിന് ശേഷം ഈ ഒരു ഷുഗർ സിറപ്പ് കൂടി ആഡ് ചെയ്ത് 2-3 ഐസ് ക്യൂബ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നാരങ്ങ വെള്ളം എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പരിപ്പിന് ഏറ്റവും ആവശ്യമായിട്ടും ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് നമ്മൾ ചെറുപയർ വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വറുത്ത് പൊടിച്ച് ഇതുപോലെ ഡപ്പികളിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ തന്നെ തേങ്ങ ചിരകിയതൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതല്ല എന്നുണ്ടെങ്കിൽ തേങ്ങ ചിരകി ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് പാത്രത്തിലാക്കി ഫ്രീസറിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ തേങ്ങ വറക്കുന്നതിനെ കുറിച്ചാണ് കാണിക്കുന്നത്. ഇത് എയർ ഫ്രയറിൽ ഈസി ആയിട്ട് വറുത്തെടുക്കാൻ പറ്റും. അതിനേക്കാളും എളുപ്പമാണ് കേട്ടോ നമ്മുടെ ചട്ടിയിൽ വറുത്തെടുക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു തേങ്ങ വറുത്തെടുക്കുന്നത് എങ്ങനെ ഈസി ആക്കാം എന്നുള്ളതാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എയർ ഫ്രയറിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു തേങ്ങ അല്പം ചൂടാക്കി എടുക്കുകയാണ്. അല്പം ചൂടാക്കി എടുത്തതിന് ശേഷം ആ ഒരു നനവ് മാറിയിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കും. അപ്പോൾ പൊടിച്ചു കൊണ്ടുവന്നിട്ടുള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ചട്ടിയിലോട്ടിട്ട് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ തിരികിയ തേങ്ങ വറുത്തെടുക്കുന്ന സമയത്തിനേക്കാളും എളുപ്പത്തിൽ ഇത് വറുത്തെടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഫാക്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് വറുത്തെടുക്കാൻ ശ്രമിച്ചു നോക്കൂ. എത്ര എളുപ്പത്തിലാണ് നിങ്ങൾക്ക് ആ ഒരു തേങ്ങ വറുത്ത് കോരാൻ പറ്റുന്നത് എന്നുള്ളത് ഈസിലി വിസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇപ്പോൾ തേങ്ങ വറുത്തരച്ച കറികളൊക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഒറ്റ തവണ മെനക്കെട്ടാൽ മാത്രം മതി. സ്റ്റോർ ചെയ്ത് വെക്കാൻ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമുക്കിപ്പം ശർക്കരയട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശർക്കര വെച്ചിട്ട് ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മാർഗ്ഗം കൂടി ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ശർക്കര ചീകി എടുക്കുന്നതിന് കുറച്ച് സമയം ആവശ്യമായിട്ടുണ്ട്. അതിപ്പോൾ ഉണ്ടാക്കുന്ന സമയത്താണ് ചീകുക എന്നുണ്ടെങ്കിൽ നമുക്കത് ആക്ച്വലി നല്ല പണിയുള്ള ഒരു കാര്യമാണ്. അത് പാനിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് അത് ഈസി ആയിട്ട് നമ്മുടെ പലഹാരങ്ങളിലേക്ക് ആഡ് ചെയ്യാനും പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാനിയാക്കുന്ന സമയം നിങ്ങൾക്കറിയാം, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ശർക്കര കുറുക്കിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് അടുത്ത ബർണറിൽ എന്ത് വേണമെങ്കിലും വെക്കാം. ഇവിടെ ഇപ്പോൾ അമ്മ ഉലുവ ചൂടാക്കുന്നൊക്കെ ഉണ്ട്, അത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ 2 ജോലികളും ഈ ഒരു ശർക്കര ഉരുക്കുന്ന സമയത്ത് നടക്കുകയും ചെയ്യും. നമ്മളിങ്ങനെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ ശർക്കര പാനിയാക്കിയതിന് ശേഷം ചൂടാറിയിട്ട് നമുക്കൊരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലിൽ അടച്ചു വയ്ക്കാം. ഫ്രിഡ്ജിൽ ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു അട ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് 1-2 സ്പൂൺ എടുത്ത് നമുക്ക് തേങ്ങയിലേക്ക് ഞെരടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ശർക്കര നന്നാക്കുന്ന പാടോ ചിരകിയിടുന്ന പാടോ അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. ഇത് ഡയറക്റ്റായിട്ട് തേങ്ങയിലേക്ക് നന്നായിട്ട് മിക്സ് ആവുകയും ചെയ്യും. പിന്നീട് നിങ്ങൾക്ക് അട ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇത് ആവശ്യം പോലെ മധുരത്തിനനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ പാവയ്ക്ക ഉണക്കുന്ന രീതിയാണ് പറഞ്ഞിരുന്നത്. അതിന് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഉണക്കാൻ വെക്കാം. നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണ് വെയിലത്ത് വെച്ചിട്ടാണ് ഉണക്കിയെടുക്കുക. എയർ ഫ്രയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എയർ ഫ്രയറിലും ഇത് ഈസി ആയിട്ട് ഉണക്കാം എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ 2 രീതിയിൽ ഉണക്കുന്നുണ്ട്. ഇതിപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് നന്നായിട്ട് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ അകത്തിയിട്ടാണ് നമ്മൾ പാവയ്ക്ക വയ്ക്കുന്നത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എയർ ഫ്രയറിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 6 മിനിറ്റ് എയർ ഫ്രയറിൽ ഈ ഒരു പാവയ്ക്ക വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെറ്റാവും. 180 ഫാരൻഹീറ്റിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 6 മിനിറ്റ് അങ്ങനെ അങ്ങ് എയർ ഫ്രയർ ഓണാക്കിയിട്ടിട്ട് പോകരുത്. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു 2 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ ജസ്റ്റ് അതൊന്ന് തിരിച്ചിടുകയോ ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊരു പാകത്തിന് നമുക്ക് അത് ചൂടായി ഇങ്ങനെ വറുത്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലാവും. അപ്പോൾ അത് നമുക്ക് ഒരു പാത്രത്തിനകത്തിട്ട് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ പിഴുപുളിയിൽ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുളിയെല്ലാം നല്ലതുപോലെ ഇറങ്ങി ആ ഒരു പുളിവെള്ളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും.
അതിനുവേണ്ടി നമ്മൾ നല്ല ചൂടുവെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ആ ഒരു പാത്രം കുറച്ച് നേരം മൂടി വയ്ക്കുക. അപ്പോഴത്തേക്ക് ഏകദേശം അതിൻ്റെ സത്തെല്ലാം നല്ലതുപോലെ ഇറങ്ങും. അതിനുശേഷം നമുക്ക് ഈ പുളി അരിച്ച് മാറ്റിയതിന് ശേഷം ആ ഒരു വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ നമ്മളിപ്പോൾ പച്ചക്കറിയൊക്കെ കുറേ പച്ചക്കറികൾ അരിയണം എന്നുണ്ടെങ്കിൽ നമുക്കതിന് താഴേക്ക് ഒരു വലിയ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം, പച്ചക്കറി അരിയുന്ന സമയത്ത് നമുക്ക് എല്ലായിടും വൃത്തികേടാവും, ഇരട്ടി പണിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പച്ചക്കറി അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു വേസ്റ്റ് ഇങ്ങനെ അങ്ങ് കെട്ടിക്കൊണ്ട് കളയാം. വെജിറ്റബിൾ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നീടൊരു ക്ലീനിങ് കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മൾ നല്ലതുപോലെ ടയേർഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മുരിങ്ങയിലയൊക്കെ സെപ്പറേറ്റ് ആക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ്, ഞാൻ പറഞ്ഞല്ലോ ഒരു കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ടായിട്ട് കീറിയാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഷീറ്റായി. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്ലീനിങ് ടൈം ഈസി ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്